ശരി, അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമ്പോൾ ആരായിരിക്കും പുതിയ അധ്യക്ഷൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആ തീരുമാനത്തിലേക്ക്, ആ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന് ചില നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം അത്രയധികം അധിക്ഷേപ പരാമർശങ്ങൾ, പോസ്റ്റുകൾ, കമന്റുകൾ, ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിൽ ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അക്കൗണ്ടുകളിൽ നിന്നുണ്ടാകുന്നത് അതുപോലും വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. KR സാജു ചേരുന്നുണ്ട്. സാജു, ഒരു നിയന്ത്രണം കൊണ്ടുവരിക, അതായത് കേരളത്തിൽ ഇവിടെ നേതാക്കൾ ആരും ഇടപെട്ടില്ല, KPCC കാര്യമായി ഈ പരാതികളോ ഒന്നും പരിഗണിച്ചില്ല എന്ന സാഹചര്യത്തിലാണ് AICC ഇത് പരിഗണിക്കുന്നതും നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. ആ രീതിയിൽ ഇവിടെ ഒരു നിർദ്ദേശമോ ഉപദേശമോ നൽകാൻ സാധ്യത കാണുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റേതായിട്ട് നടക്കുന്ന ആലോചനകൾ എന്തൊക്കെയാണ്? യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ് ഇനി പുതിയ അധ്യക്ഷന്റെ കാര്യത്തിലും മറ്റും തീരുമാനമെടുക്കേണ്ടത്. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടൻ തെരഞ്ഞെടുപ്പിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ആളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ നീക്കം ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടുക, അല്ലെങ്കിൽ സംഘടനാപരമായ നടപടികളുടെ പേരിൽ പുറത്താക്കുക എന്നീ രണ്ട് നടപടിക്രമങ്ങളിലൂടെയും സാധ്യമാകും. അതിനാൽ ആദ്യ വഴിയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തേടിയിരിക്കുന്നത്. രാജി ആവശ്യപ്പെടുക, അങ്ങനെ രാജി വാങ്ങിയെടുത്തുകൊണ്ട് പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനായി ഒരാൾ രാജിവെച്ച് പോകുമ്പോൾ VD സതീശൻ വരുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്താണെന്നുള്ളത് ഒന്ന് നോക്കട്ടെ. സാജു, ഒന്ന് ഹോൾഡ് ചെയ്യാമോ? യെസ്, അദ്ദേഹം പ്രതികരിച്ചില്ല, അദ്ദേഹം സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു മാധ്യമങ്ങളോട്. തുടർന്നോളൂ സാജു. അദ്ദേഹം ഇപ്പോൾ ഒരു പരിപാടിയിലേക്ക് VD സതീശൻ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ പരിപാടിയാണ്. തിരുവനന്തപുരം റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന പരിപാടിയിലേക്കായിട്ടാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മൗനം പാലിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ അതൃപ്തി അദ്ദേഹം പരസ്യമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ പരാതി പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് വളരെ അടുപ്പമുള്ള കുടുംബമാണ് എന്നും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന AICC എടുത്തിരിക്കുന്ന തീരുമാനം എന്തുകൊണ്ടും മികച്ചത് എന്ന രീതിയിലായിരിക്കില്ല ഇവിടെ കോൺഗ്രസ് നേതാക്കൾ VD സതീശൻ ഉൾപ്പെടെ പ്രതികരിക്കാൻ പോകുന്നത്. ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ജനപ്രതിനിധിക്കെതിരെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. ആ ആരോപണത്തെ സ്വാധീനിക്കുന്ന ചില വിവരങ്ങൾ കൂടി പലയിടങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിനും കഴിയുകയുള്ളൂ. അതിനാൽ തന്നെയാണ് AICC നേതൃത്വത്തിനും ചില പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടികൾ എടുക്കാം, അക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും ഇനി നമുക്ക് എപ്പോൾ ആ രാജി ഉണ്ടാകും എന്നത് മാത്രമാണ് അറിയാനുള്ളത്. അതിനോട് നേതാക്കൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, രാഷ്ട്രീയമായി എങ്ങനെ അതിനെ കോൺഗ്രസ് സമീപിച്ചു എന്ന് വിശദീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാത്രം രാജിവെച്ചാൽ പോരാ എന്ന വിമർശനം കൂടി രാഷ്ട്രീയമായി ഉയർന്നു വരും. അതിനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ കൂടി നേതാക്കൾക്കിടയിൽ ഒരു ധാരണ രൂപപ്പെടേണ്ടതുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടൻ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി സ്ഥാനത്തു നിന്നുള്ള രാജി കൂടി വേണമെന്ന ആവശ്യം മറുവശത്തു നിന്നും ഉയർന്നു വരാം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ കൂടി നേതാക്കൾക്കിടയിൽ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം ധാരണകളൊക്കെ വന്നതിന് ശേഷം മാത്രമുള്ള പ്രതികരണങ്ങൾ മാത്രമേ നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ ഇഘട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ AICC നേതൃത്വം വെച്ചിരിക്കുന്ന നിർദ്ദേശം, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വെച്ചിരിക്കുന്ന നിർദ്ദേശം, അത് എപ്പോൾ നടപ്പിലാക്കപ്പെടും അതിനനുസരിച്ച് പ്രതികരിക്കാം എന്ന ഒരു ആലോചന കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് VD സതീശൻ മാത്രമല്ല KPCC അധ്യക്ഷനും മറ്റു മുതിർന്ന നേതാക്കളുമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെല്ലാം കൈവിട്ട പശ്ചാത്തലത്തിലാണ് രാജി എന്നതിലേക്ക് വളരെ വേഗത്തിൽ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ
തരത്തിലുള്ളതായ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കൂടുതൽ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടതും അല്ലാത്തതുമായതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം കൂടി ചേരുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആകെ പ്രതിരോധത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിനെ എങ്ങനെ മറികടക്കാം എന്നുകൂടി ആലോചിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഒപ്പം യൂത്ത് കോൺഗ്രസിന് പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കേണ്ടതുണ്ട്. അവിടെ KM അഭിജിത്തിന്റെ പേരിന് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നുണ്ട്. അത് KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിച്ചത്, അതിനുശേഷം വേണ്ടത്ര പരിഗണന പാർട്ടി സംഘടനാ സംവിധാനത്തിന് ഉള്ളിൽ KM അഭിജിത്തിന് ലഭിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്.